ഹായ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വ്ലോഗെല്ലാം കാണാറുണ്ടല്ലോ. അപ്പം കുറേ ദിവസം നമുക്കൊരു മങ്കട മീൻ കിട്ടി. അപ്പോൾ അതൊന്ന് ഞാൻ എൻ്റേതായിട്ട് രീതിയിൽ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം മങ്കട എല്ലാം കഷ്ടിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കൊരു കൂട്ടാനുണ്ടാക്കാം, വറുത്തരച്ച് ഉണ്ടാക്കാം. അപ്പം നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് നമ്മൾ ഒരു ശകലം തേങ്ങ വറക്കാൻ പോകണം. തേങ്ങ വറക്കുവാണ്. ഇച്ചിരി തേങ്ങയും അപ്പം ആ തേങ്ങയുടെ കൂടെ നമ്മൾ കുറച്ച് ഉലുവായിടുവാണ്. നമുക്ക് അല്പം കറിവേപ്പില ഇടാം. നമുക്ക് കരിവേപ്പില ഇടാം. 2 കുരുമുളക് ഇടാം. ഒരുപാട് വറക്കുന്നില്ല, പച്ചയ്ക്ക് ഒന്ന് പച്ചമണം മാറാൻ വേണ്ടി മാത്രം 2 കുരുമുളക് ഇട്ടു. അപ്പോൾ അതൊന്ന് വറുത്തിട്ട് നമുക്ക് ഇച്ചിരി പിരിയൻ മുളക് പൊടി ഇടാം. പിരിയൻ മുളക് പൊടി ഇട്ടു. കുറച്ച് കാശ്മീരി മുളക് പൊടി. ഒരുപാട് എരിവ് വേണം. ഇത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കാശ്മീരി ഇത്രയും മതി. ഇതിന് വറക്കാം. ഞാൻ ഇത്രേ വറക്കുന്നുള്ളൂ. മൂത്തിട്ടുമില്ല, എന്നാൽ മൂത്തിട്ടുണ്ട് തേങ്ങ എന്നുള്ള രീതിയിലേ ഉള്ളൂ. ഇപ്പോൾ തീ ഓഫ് ചെയ്തു. പിന്നെ ഇത് തണുത്തിട്ടരയ്ക്കും. കുറച്ച് എണ്ണ ഒഴിക്കാം. ചൂടാക്കി കുറച്ച് ഉള്ളി വെളുത്തുള്ളി ഇടാം. ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് പുളി, നമ്മൾ അരച്ച് വെച്ച മസാല, തേങ്ങായും എല്ലാം കൂടെ അരച്ച് വെച്ചതാണ്. ഇത് ഒഴിക്കാം. നമുക്കിത് വെള്ളം ഒഴിക്കാനാണ്. ഉപ്പിടാം. അപ്പോൾ നമ്മുടെ മീൻ തിളച്ച്. അപ്പോൾ നമുക്ക് മീൻ പറക്കിടാം. മങ്കടയാണ്.
അപ്പം നമ്മുടെ മീനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയും തിളച്ച് തിളയ്ക്കും. നമ്മുടെ മീൻ കറി റെഡി. തിളച്ചു. നല്ല മണമുണ്ടേ. നോക്കട്ടെ ഉപ്പെല്ലാം ഉണ്ട്. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഇനി അത് നല്ലപോലെ തിളയ്ക്കണം. മീൻ കറി റെഡിയായി. നമുക്കിച്ചിരി പച്ച വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിക്കാവേ. റെഡിയായി. എൻ്റെ മോള് പാത്രത്തെ കയറി ഇരിക്കുക. എൻ്റെ കൊച്ചുമോൾ ഉണ്ടല്ലേ. മീൻ വെക്കുന്നത് എന്താണെന്നുണ്ട്. എൻ്റെ കുഞ്ഞുണ്ടാക്കിയതാണ് സ്റ്റിക്കർ. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.